ഇപ്പോൾ വി ശിവദാസൻ എം പി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വി ശിവദാസൻ, നമ്മളടക്കം താങ്കൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു എന്താണ് മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്ന ഒരു സമീപനമുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെതിരെ പോരാടുന്ന മാധ്യമ പ്രവർത്തകർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ജയിലുകളിൽ കിടന്ന ആളുകളുണ്ട്, ഇപ്പോഴും ജയിലിൽ തുടരുന്ന ആളുകളുണ്ട്. നമ്മൾ അതിനെതിരെ പോരാട്ടം നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കേരളത്തിലുള്ള മലയാളികളെ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ ഇടതു സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ പോലും എത്രയോ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നേരിട്ടിട്ടില്ലാത്ത, അപ്പോഴൊന്നും ഉയർന്നു വന്നിട്ടില്ലാത്ത തരത്തിൽ ഇത്തരത്തിലൊരു വിമർശനം, അതായത് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കൂച്ചുവിലങ്ങുന്നൊരു സമീപനം നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടായിരിക്കും ശ്രീ വി ശിവദാസൻ? ഇതാരായിരിക്കും ഇതിന് നേതൃത്വം നൽകുക? ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടൊരു കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശപ്രകാരം സംഭവിക്കുന്നതാണോ? ഇത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്ന കാര്യങ്ങൾ അത് മാധ്യമത്തിൽ വന്നുകൂടാ, സോഷ്യൽ മീഡിയയും നവമാധ്യമത്തിന്റെ സ്പേസിൽ വന്നുകൂടാ എന്ന് ഇത്രമേൽ ആഗ്രഹിക്കുന്നവരാരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമാണ്. പ്രതിപക്ഷ നേതാവിന്റെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ ബഹുമാന്യനായിട്ടുള്ള നേതാവാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ കാർഡ് പോലും മറ്റേ ഡിലീറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് അമ്പരപ്പിക്കുന്ന കാര്യമാണ്. അതില് ഇതൊരു തുടർ സംഭവമായിട്ട് വരികയാണ്. ഇന്നലെ മറ്റു ചില മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തതായിട്ടുള്ള വാർത്ത വന്നു. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എതിരായിട്ട് എന്ത് പറഞ്ഞാലും ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് അതൊന്നും ജനാധിപത്യ ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ജനങ്ങൾ അവരുടെ നല്ല ബോധ്യം അനുസരിച്ച് വിമർശിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. അത് കേൾക്കാനും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുമുള്ള ജനാധിപത്യ മര്യാദ കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവണം. ഔദ്യോഗികമായിട്ട് പരാതി ആര് കൊടുത്തു എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. ആരാണ് വെളിപ്പെടുത്തിയത്, ആർക്കാണ് ഇത്രമേൽ അസഹിഷ്ണുത എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞോട്ടെ. അതിനെന്തിനാണ് തടസ്സം നിൽക്കുന്നത്? മെറ്റക്ക് ആരാണ് പരാതി കൊടുത്തത്? ഒഫീഷ്യൽ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിയുടെ പരാതി എന്ന നിലയിലല്ലല്ലോ പറയുന്നത്. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ ഒഫീഷ്യലായിട്ട് കംപ്ലൈന്റ് ആരാണ് രജിസ്റ്റർ ചെയ്തത്? കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് നൽകിയത്, എപ്പോഴാണ്, അതിന്റെ വിശദാംശങ്ങൾ ജനങ്ങൾ അറിഞ്ഞോട്ടെ. അതിന് സർക്കാർ തയ്യാറാവണം. സർക്കാർ എന്തിനാണ് ഇത് ഒളിച്ചു വെക്കുന്നത്? മെറ്റയും ഒളിച്ചു വെക്കേണ്ടുന്ന കാര്യമില്ല. മെറ്റയെ വിളിച്ചു വരുത്തി, പാർലമെന്ററി കമ്മിറ്റി വിളിച്ചു വരുത്തിയതിനു ശേഷം BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പ് പറയുന്നതിനനുസരിച്ചുള്ള വാർത്തകൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്ര ശരിയായ കാര്യമല്ലല്ലോ. മെറ്റയെ പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള വാർത്തകൾ ഡിലീറ്റ് ചെയ്യണമെന്നാണ് BJPയുടെ നേതൃത്വം ആവശ്യപ്പെടുകയും തുടർന്ന് മെറ്റ കീഴ്വഴങ്ങി അതൊക്കെ ചെയ്തു കൊടുക്കാൻ സന്നദ്ധമായി എന്നുള്ളതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള വിവരം. കാരണം അവർക്ക് ഇന്ത്യയിലെ വലിയ മാർക്കറ്റാണ്, അതിന് സർക്കാരിന്റെ സഹായം വേണം. അപ്പോൾ സർക്കാരിന്റെ സഹായം വേണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാരിന് ഇതിന്റെ ഭാഗമായിട്ട് സഹായം കിട്ടുകയാണ്. കേരള സഹായം എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള കേരളത്തിലെ സർക്കാരിന്റെ ഒരു അവിഹിതമായിട്ടുള്ള ബന്ധം കൂടി ഇതൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ഒരു മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശോധനയും ബഹുജനങ്ങളുടെ പരിശോധനയും ചോദ്യം ചെയ്യലെല്ലാം തുടരണം. ഒരു കാലത്തും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഔദ്യോഗികമായിട്ട് ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, കാരണം ഇത്രമേൽ ചെറിയ വിമർശനങ്ങൾ പോലും പൊറുക്കാനാവുന്നില്ല അല്ലെങ്കിൽ സഹിക്കാനാവുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിൽ സഹിഷ്ണുതയുണ്ടാകുക? വിമർശനങ്ങളും അതുപോലെയുള്ള ചർച്ചകളും ചോദ്യം ചെയ്യലുകളും അല്ലേ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതിനെ ചവിട്ടി അരക്കാൻ, അതിനെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഇന്ത്യയുടെ നിലനിൽപ്പിനെയല്ലേ അത് ബാധിക്കുക. അതുകൊണ്ട് എന്റെ അഭ്യർത്ഥന, കേരളത്തിലെ ജനങ്ങളെല്ലാം മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ബഹുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും നിലപാടെടുക്കണം എന്നുള്ളതാണ്. ഒരു കാരണവശാലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായി നിലപാടെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ചേർന്നുകൂടാ. ശരി, വളരെയധികം ശ്രീ വി ശിവദാസൻ എം പി വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അപ്പോൾ കേന്ദ്രത്തിൽ സംഭവിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വാർത്തകൾ റിമൂവ് ചെയ്യിപ്പിക്കുന്നു, സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നു, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നതോ അവിടെ BJP സർക്കാരാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് സർക്കാരാണ്. ഇവിടെ മുഖ്യമന്ത്രി VD സതീശനെതിരായിട്ടുള്ള വാർത്തകളാണ് ഇത്തരത്തിൽ റിമൂവ് ചെയ്യിപ്പിക്കുന്നത്. അവിടെ മോദിക്കെതിരെ പോരാട്ടം നടത്തുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, ഇവിടെ ഭരിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി VD സതീശൻ. എങ്ങനെയാണ് ഇതൊക്കെ തമ്മിൽ ചേർന്ന് പോവുക എന്നുള്ളതാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദേശീയ തലത്തിൽ വലിയ പോരാട്ടമൊക്കെ നടത്തുക, ഇവിടെ കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ചൂട് മുടിക്കുന്ന തരത്തിൽ ഹനിക്കുന്ന പ്രവർത്തികൾ ചെയ്യുക, വലിയ വിമർശനം വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ
കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വെറും 80-90 ദിവസം 3 മാസങ്ങൾ മാത്രം പൂർത്തിയാകുമ്പോൾ ഇത്ര വലിയ അസഹിഷ്ണുത ഈ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന, ഈ മുഖ്യമന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ചെറിയ വിമർശനങ്ങൾ പോലും താങ്ങാനോ അംഗീകരിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുന്നോട്ട് ഒരുപാട് കളികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണേണ്ടി വരും.